ഹീലിംഗ്സ് മെത്തേഡ് ഉണ്ട്. ഇത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന ട്രോമാസ് നമ്മുടെ പരാജയത്തിന് കാരണമാവും. നമ്മൾ എത്രത്തോളം സക്സസിലേക്ക് എത്തിക്കാൻ പറ്റിയാലും ആ സമയത്ത് ട്രോമാസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തടസ്സമാകും. അങ്ങനെയുള്ള ഒരുപാട് ഹീലിംഗ് മെത്തേഡ് ഉണ്ട്. എനിക്ക് അറിയാവുന്നത് മാഡം ഇത്തരത്തിലുള്ള എല്ലാ കോഴ്സും എനിക്ക് തോന്നുന്നു ഒരു 10-35 ലക്ഷത്തോളം തന്നെ ട്രെയിനിങ് ഫീസായിട്ട് കൊടുത്തോണ്ട് ഒരു നല്ല ട്രെയിനറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന, രാജ്യത്ത് നല്ല സംരംഭം വുമൺ എംപവർമെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബീനാക്കണ്ണനൊക്കെ അറിയാം. അതേപോലെ ഉള്ള സംരംഭകരെ വാർത്തെടുക്കുന്ന ഒരു പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് ജസീറ മാം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്യണ ഏറ്റവും സ്നേഹത്തോടെ മാഡത്തിനെ ക്ഷണിക്കുകയാണ് ഞാൻ. ഹെൽത്തി വെൽക്കം ജസീറ മാം, മലപ്പുറം. ഓക്കെ, താങ്ക് യു. നല്ലൊരു ഇൻട്രോ ഒക്കെയാണ് മീനി തന്നതല്ലേ. ഏതായാലും ഇൻഷാല്ലാ നോക്കാം. എനിക്ക് കുറെ കാലം, എനിക്ക് തോന്നുന്നു 2011-12 തോന്നുന്നു നമ്മൾ തമ്മിലെ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് നമ്മൾ വീണ്ടും പിന്നെ ഒന്ന് കണ്ടുമുട്ടി റീസ്റ്റാർട്ട് ആയിട്ടുള്ളത് അല്ലെ. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരാണെന്ന് വിചാരിക്കണം. മീനിന്റെ ഒരു ടീമാണെന്നാണ് തോന്നുന്നത്. എല്ലാവരും അങ്ങനെയാണ് എന്നോട് മിനി പറഞ്ഞിരുന്നത്. ഞാന് എന്നെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ജാസ്ര ബേബിയാണ്. ഞാനൊരു 14-15 വർഷത്തോളമായിട്ട് ട്രെയിനിങ് മേഖലയിലും അതുപോലെ തന്നെ കുറച്ചു കാലങ്ങളായിട്ട് തെറാപ്പികളും കൗൺസിലിംഗും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. എന്റെ ഏരിയ എന്ന് പറഞ്ഞാല് ഞാനിപ്പോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് EFT ആയിട്ടുള്ള കാര്യങ്ങൾ. EFT എന്നിട്ട് ഇമോഷണൽ, നേരത്തെ പറഞ്ഞ ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹീലിംഗ് തെറാപ്പിയാണ്. അതിനാണ് ഇപ്പൊ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഹീലിംഗിന്റെ കാര്യത്തിൽ കൂടെ ഒരു വുമൺ എംപവർമെന്റ് എന്നുള്ള രീതിയിൽ സ്ത്രീകളെ ഒന്ന് കൈപ്പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഫോം ചെയ്തിട്ടുണ്ട്. ബട്ടർഫ്ലൈസ് ദ വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഇടയിൽ നമ്മള് കുറെ വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പിന്നെ സ്ത്രീകളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അതായത് പുരുഷന്മാരെ നമ്മൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കൂല എന്നല്ല, അവർക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളും എംപവർമെന്റിന് വേണ്ട കാര്യങ്ങളും നമ്മൾ ആ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തിട്ട് മിനി പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് EFT, NLP, TPRP എന്ന് പറഞ്ഞിട്ടുള്ള. TPRP എന്ന് പറഞ്ഞാല് ഇപ്പൊ മിനി പറഞ്ഞ പോലെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോഗ്രാം കൂടുതലും ആവശ്യമായിട്ട് വരികയെന്ന് തോന്നുന്നു. അതായത് തോട്ട് പ്രോസസ്സിംഗ് റീപ്രോഗ്രാം എന്നുള്ള ഒരു ഇതാണ് TPRP. അതുപോലെ തന്നെ TES, സുജോക്ക്, അക്യുപഞ്ചർ, പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ കാര്യങ്ങൾ, അതുപോലെ എനിയാഗ്രാം, തെറാപ്പി, റാഡിക്കൽ ഹീലിംഗ്, റെക്കി മാസ്റ്റർ, മൈൻഡ് മാസ്റ്റർ. ഇതാണ് എന്റെ ഒരു മേഖല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യത്തിലാണ് ഞാനിപ്പോ ട്രെയിനിങ് ആണെങ്കിലും ഇതിനെല്ലാം കൂടെ ഒരു എന്റേതായ രീതിയിലേക്ക് പിന്നെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോ പ്രോഗ്രാമിലാണെങ്കിലും എന്റെ മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. നമുക്കിന്ന് ഇനി പറഞ്ഞ പോലെ നമ്മുടെ ഒരു കുറച്ച് സമയമുള്ളൂ. ആ ഒരു ഇതിലേക്ക് നമുക്കിന്ന് പോവാം. അപ്പം നിങ്ങളുടെ മൈൻഡ് മാസ്റ്ററി ഒരു ഇതാണ് എന്നോട് മിനി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. മൈൻഡ് മാസ്റ്ററി ആൻഡ് എംപവർമെന്റ് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ളത്. അപ്പൊ രണ്ടും കണക്റ്റഡ് ആണ്. ഒന്ന് എംപവർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ പലതരത്തില് നമുക്ക് എംപവർമെന്റ് വരുന്നുണ്ട് അല്ലെ. ഒരു പിന്നെ എംപവർമെന്റ് നമ്മുടെ ഹെൽത്ത്, വെൽത്ത്, മൈൻഡ് സെറ്റ്, അതുപോലെ സോഷ്യലി, സ്പിരിച്വലി എല്ലാത്തിനോടും നമുക്ക് എന്താണ് പിന്നെ എംപവർ ചെയ്യാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മള് എംപവർമെന്റിന്റെ കാര്യം ഞാൻ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ കുറെ ട്രെയിനിങ്ങും കുറെ ഇതൊക്കെ ചെയ്ത ആളുകളാവും നിങ്ങൾ ഓരോരുത്തരും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് വളരെ സ്ലോയിട്ട് നമുക്ക് ഈ ഒരു ഇതാണ്. അപ്പൊ മൈൻഡ് മാസ്റ്ററിനൊക്കെ പിന്നെ മൈൻഡിനെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് മാറണല്ല. ഇപ്പൊ നമ്മളൊരു ജിമ്മിൽ പോണ അവസ്ഥയാണ്. ഇപ്പൊ ഒരു ദിവസം നമുക്കൊരു മസിൽസ് ഒക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ 6 പാക്ക് ആവണം എന്ന് കരുതി നമ്മൾ ഒരിക്കലും പിന്നെ ജിമ്മില് എല്ലാ ദിവസവും ഒരു ദിവസം പോയി ഒരു 4-5 മണിക്കൂർ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴേക്ക് പിറ്റേ ദിവസം തന്നെ നമുക്ക് മസിൽസ് ഉണ്ടാവില്ലല്ലോ. അതേപോലെ നമ്മൾ അത്ര സ്ട്രോങ് ആയിക്കോണമെന്നില്ല, ബോഡി ക്ലിയർ ആവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തികളും ഇപ്പം മൈൻഡ് മാസ്റ്റർ ആണെങ്കിലും അതുപോലെ നമ്മളെ മൈൻഡിനെ ഇപ്പൊ ഒരു ബില്യണർ മൈൻഡ് സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരു ദിവസം കൊണ്ട് വരുന്ന ഒരു ചേഞ്ച് അല്ല.
അതിന് കണ്ടിന്യൂ ആയിട്ടുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ടുള്ള നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ എങ്ങനെ കാണണം, അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട ഒരു കോൺട്രിബ്യൂഷൻ എല്ലാ ദിവസവും നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് പിന്നെ ആ ഒരു രീതിയിലേക്ക് ഒരു ബില്യണർ മൈൻഡ് സെറ്റിലേക്കും, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ബില്യണർ മൈൻഡ് സെറ്റ് എന്നതിനപ്പുറം നിങ്ങൾ വേറെ എന്തെങ്കിലും ആണ് അത് ആഗ്രഹിക്കുന്നെങ്കിൽ ഏത് ലെവലിലും നമുക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊരു കണ്ടിന്യൂ പ്രോസസ്സ് അതിന് വേണം. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഞാനൊരു സെഷൻ എടുത്തുകൊണ്ടോ നിങ്ങൾക്ക് കുറച്ച് അറിവുകൾ കിട്ടുന്നുള്ളൂ. ആ അറിവ് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് എന്താവുക, നമുക്കതിന് ഒരു വിസ്ഡം ആയിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ അതിനെ റിഫ്ലക്ട് ചെയ്യാനും കഴിയുള്ളൂ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലെ. ഇപ്പൊ നമ്മളൊരു ജിമ്മിൽ പോണ കാര്യം പറഞ്ഞു, നമ്മൾ അതിന്റെ ബോഡിയിൽ അതിന്റെ മസിൽ അല്ലെങ്കിൽ സിക്സ് പാക്ക് ഒക്കെ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടും അത് ബോഡിയിൽ വന്ന് നമ്മൾ കാണുമ്പോഴാണ് അത് സക്സസ് ആയെന്ന് നമ്മൾ പറയാം. ഇതുപോലെ തന്നെയാണ് മൈൻഡ് മാസ്റ്ററിങ്. നമ്മള് മൈൻഡിനെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പിന്നെ മൈൻഡ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു കുട്ടിയെ പോലെ, എത്ര മുതിർന്ന ആളുകളാണെങ്കിലും കൊച്ചു കുട്ടി, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു കാര്യത്തെ ആലോചിക്കേണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതെന്നാവും നമ്മുടെ മനസ്സിലേക്ക് വരിക. നമ്മൾ ഓർക്കാതെ നമ്മളൊരു കാര്യത്തിലേക്ക് ഇനി ഫോക്കസ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ പിന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാവും, വേറെ പല സ്ഥലങ്ങളിലായിട്ട് എത്തിയിട്ടുണ്ടാവും. നമ്മളത് പിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഒരാളാണ് നമ്മുടെ മൈൻഡ് എപ്പോഴും. അപ്പൊ ഞാനിത് പറയുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്കാറ്ററി പോകുന്നുണ്ടാവും. അപ്പൊ ചിലപ്പോ ഞാനിപ്പോ എന്ത് പറഞ്ഞു, എവിടെ എത്തി, അങ്ങനെ നമ്മൾ തിരിച്ച് അതിനെ കൊണ്ടുവരും ഒരു കുഞ്ഞു കുട്ടിയെ പോലെ. അപ്പൊ മൈൻഡിനെ നമ്മൾ ഏത് ലെവലിലേക്ക് എത്തിക്കണം, എങ്ങനെയാണോ അതിലെ ഏത് പിന്നെ ബില്യണറിലേക്കാണോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലെ ഒരാളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടുമ്പോഴാണ് ആളുടെ പേഴ്സണാലിറ്റി ക്ലിയർ ആവണം. അതുപോലെ തന്നെ ക്ലിയർ ആവാവുന്ന പേഴ്സണാലിറ്റിയിൽ ഒരു ഡെവലപ്മെന്റ് വേണം. അതുപോലെ തന്നെ അവരുടെ കരിയറിൽ ഉണ്ടാവണം, പ്രൊഫഷണൽ ആവണമെങ്കിലും അവരുടെ ഫാമിലി, സൊസൈറ്റി, സ്പിരിച്വലി, ഇത്രയും കാര്യങ്ങളിൽ അത് എംപവർ ചെയ്യുമ്പോഴാണ് ഒരാള് പൂർണ്ണമായിട്ടും ഒരു ലൈഫ് സെറ്റായി നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് ഒരിക്കലും ഒരു സ്ഥലത്ത് നമ്മൾ എത്തുന്നില്ല. അതായത് നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തി നിൽക്കുന്നതല്ല നമ്മുടെ സക്സസ്. സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂ ജേണിയാണ്. അത് എവിടെ തുടങ്ങിയ ആ ഒരു നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോളിലേക്ക് നമ്മൾ എത്തി, ദെൻ അത് എത്തുമ്പോൾ തന്നെ നമ്മൾ നെക്സ്റ്റ് ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ചെയിൻ ആയിട്ടുള്ള ഒരു സീരിയൽ ആയിക്കൊണ്ടുള്ള ഒരു സക്സസ് ജേണി ആയിരിക്കും നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ അവിടെ എത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകരുത്. അപ്പൊ ഞാന് പിന്നെ മൈൻഡ് മാസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു അപാരമായ കഴിവുകളാണ്, നമ്മുടെ കഴിവിന് ലിമിറ്റേഷൻസ് ഇല്ല, നമുക്ക് എന്ത് നേടിയെടുക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും പിന്നെ ട്രെയിനിങ്ങുകളും എല്ലാം നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തവരും എപ്പോഴും കേൾക്കുന്ന വാക്കുകളും ആയിരിക്കാം. നമ്മുടെ കഴിവുകൾക്ക് അപാരമായ ശക്തിയുണ്ട്, എന്തും നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ പറയുന്നത് പിന്നെ ഒരു പരിധിവരെ ശരിയാണെങ്കിലും അതിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് ഒരു ബിലീഫ് നമുക്കിടയിൽ ഉണ്ടാവുന്ന ഒരു ബിലീഫിനെയാണ് നമ്മൾക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ആ ഒരു പിന്നെ അപാരമായ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മുന്നോട്ട് പിന്നെ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കേൾക്കുന്ന സാധാരണ ഒരു കഥയുണ്ട്, അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞിട്ട്. അത് പറയുമ്പോ അതില് ഒരു അലാവുദ്ദീൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, അതുപോലെ തന്നെ ഒരു മാജിക്കൽ ലാമ്പ് അതിലുണ്ട്, പിന്നെ വിജയനായിട്ടുള്ള ഒരു ഒരാളുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോ ആ പിന്നെ അലാവുദ്ദീൻ എന്ന വ്യക്തി ആ വിളക്കില് പിന്നെ ആ മാജിക്കൽ ലാമ്പില് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒന്ന് തലോടുമ്പോഴാണ്, അതിലേക്കൊന്ന് കൈവച്ച് തലോടുമ്പോഴാണ് വരുന്ന ജീൻ വന്നിട്ട് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അടിയൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു എന്തും ചെയ്തു കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ജീനെ നമുക്ക് ആ കഥയിൽ കാണാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് അലാവുദ്ദീൻ എന്ന് പറഞ്ഞ നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, ഇപ്പൊ ഞാൻ സംസാരിക്കണ എന്റെ ഈ ബോധ മനസ്സ്, ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങളിലെല്ലാം ഈ ബോധ മനസ്സിനെയാണ് അവിടെ അലാവുദ്ദീൻ എന്ന് ഇതാണ്. നമ്മളുടെ ഈ ഇതിനെ നമ്മൾ തൊട്ട് തലോടുക എന്ന് പറഞ്ഞത് നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾക്ക് കൊടുക്കുന്ന അഫർമേഷൻസ്, നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മളെ ഓരോ കാര്യത്തെ ബിലീവ് ചെയ്യാതെ. ഇപ്പൊ നിങ്ങളിലെ പലർക്കും പിന്നെ എത്ര ആളുകൾ എന്റെ ഒന്ന് കമന്റ് ചെയ്യണം, മഴ കൊണ്ടാൽ പനി പിടിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചെറിയ മഴ കൊണ്ടാൽ തല നനഞ്ഞ് മഴ കൊണ്ടാൽ പനി പിടിക്കും. ആ വിശ്വാസം ഉണ്ടോ എല്ലാവർക്കും? അങ്ങനെ തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. അതല്ല, മഴ കൊണ്ടാൽ പനി പിടിക്കൂല, ഒരു
നാച്ചുറൽ ഒരു സംഭവമാണ്. അത് നമുക്ക് കൊണ്ടു കഴിഞ്ഞാലൊന്നും അതിൽ ഇറങ്ങി നടന്നാലൊന്നും പനി പിടിക്കൂല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഈ രണ്ടും വിശ്വസിക്കുന്നവർക്കും രണ്ടും ശരിയാണ്. പനി പിടിക്കും എന്ന് പറഞ്ഞ ഒരാളാണ് മഴയത്ത് ഇറങ്ങുന്നതെന്ന് വെച്ചെങ്കിൽ ഓഫ്കോഴ്സ് അവർക്ക് ജലദോഷം പനി ഉണ്ടാവും. അതെല്ലാം മഴ കൊണ്ട് അതിനെ എൻജോയ് ചെയ്ത് അത് പിന്നെ പ്രകൃതിയുടെ ഒരു ഭാഗമാണെന്നും അതിനെനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നും കണ്ടിട്ടാണ് ഒരാൾ മഴയത്ത് അതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതും ഓക്കെയാണ്. മഴ കൊണ്ട് നനഞ്ഞാലും എത്ര ടൈം മഴയത്ത് നിന്നാലും ആ ആൾക്ക് പനിയോ ജലദോഷം അല്ലെങ്കിൽ വേറെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവാറില്ല. അപ്പൊ അവിടെ എന്താണോ നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻ അത് നമ്മൾക്ക് സാഹചര്യങ്ങൾ കൊണ്ട് കിട്ടിയ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മുടെ പാരന്റ്സ് നമ്മൾക്ക് മറ്റുള്ള റിലേറ്റീവ്സ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളിലെ ടീച്ചേഴ്സ് ഫ്രണ്ട്സ് നമ്മൾ ആരൊക്കെയോ കണക്റ്റഡ് ആണോ അവിടെ നിന്നൊക്കെ അതേപോലെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ള കുറെ പുസ്തകങ്ങളുടെ വായന പിന്നെ അതുപോലെ വായന നമ്മൾ കാണുന്ന ഫിലിം ഈ കാണുന്ന എല്ലാ ഇതിനും നമുക്ക് ചുറ്റുപാടും നമ്മൾ എവിടെ ചെയ്താലും അതിലൊക്കെ ചുറ്റുപാടും കിട്ടുന്ന കുറേ ഇൻഫോർമേഷൻസ് ഉണ്ട്. ഇത് പലതും നമ്മളിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യണം. നമ്മൾക്ക് ഈ ഒരു അഫർമേഷൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ വാക്കുകളോ അതിലൂടെ ഈ കാഴ്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിലൂടെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ ഇവൻ നമ്മുടെ എക്സ്പീരിയൻസും അതിലൊരു ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം നമ്മളെ പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറിയിട്ട് അവിടെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് രജിസ്റ്റേർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. മഴ കൊണ്ടു കഴിഞ്ഞാൽ പനി വരും, മഴ കൊണ്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് മഴ കൊണ്ടാൽ കുഴപ്പമില്ല, അതിനെ എൻജോയ് ചെയ്യാൻ പറ്റും. അത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്, ഒരു അനുഗ്രഹമാണ്, അതിനെനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. അപ്പൊ എവിടെയാണോ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ഈ പറഞ്ഞ നമ്മൾ കേൾക്കുന്നത് കണ്ടത് കേട്ടത് അതുപോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതും ഇതിനെല്ലാം വെച്ചിട്ടാണ് ഇവിടെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യം രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണോ രജിസ്റ്റർ ചെയ്തിട്ട് അതാണ് നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ മിനി പറഞ്ഞു പിന്നെ ഒരു ബില്യണർ മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ മൈൻഡിനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം കിട്ടുമെന്ന്. അത് പറഞ്ഞത് അവിടെ നമ്മൾ പറയുമ്പോൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അതിനെ പിന്നെ രജിസ്റ്റേർഡ് ആവേണ്ടത്. അപ്പൊ ഈ രജിസ്റ്റർ ചെയ്തത് ഇവിടെ റിഫ്ലക്ട് ചെയ്യണത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മഴ ഈ പറഞ്ഞ ഇതിലേക്കാണ്. മഴ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് പനി വരാതിരിക്കുക എന്നുള്ളത് അവരുടെ മൈൻഡ് സെറ്റ് ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്. ഇപ്പൊ ചില ഫുഡ് കഴിച്ചാൽ വയറിന് സുഖാവില്ല, ഗ്യാസ് ഉണ്ടാവും. അതിനെ കാലങ്ങളായിട്ട് കുറെ അത് പിന്നെ പല ആളുകളും അതിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഫുഡ് ഉണ്ട്. ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് ഉണ്ടാവും എന്നുള്ളത് നമ്മളിലൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾക്ക് ആ അസുഖങ്ങൾ വരും. അത് കുഴപ്പമില്ല, അത് എന്റെ ബോഡിക്ക് ഹെൽത്തി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ കഴിക്കണതെങ്കിൽ ഇതെനിക്ക് പിന്നെ കൂടുതൽ എനർജറ്റിക് ആവും, എന്നെ കൂടുതൽ ഹെൽത്തി ആക്കും എന്നുള്ളൊരു ഇന്റൻഷനോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് എത്ര ഇതിലുള്ള പിന്നെ ഫുഡാണെങ്കിലും നമുക്ക് കഴിച്ചാൽ അത് നമ്മളെ ബോഡിയെ ആ രീതിയിലാവും ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഫുഡാണെങ്കിലും നമുക്ക് കാണുന്ന കാര്യങ്ങളാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വിശ്വാസത്തില് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മളുടെ ഈ ഇതിലേക്ക് അത് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ പിന്നെ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞ പോലെ കോൺഷ്യസ് മൈൻഡിലൂടെ നമ്മൾ കൊടുക്കുന്ന കാര്യം ഈ ജീൻ അവിടെ വർക്ക് ചെയ്യണം എന്നില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അവിടെ ജീനെങ്കിൽ അതിനെ വർക്ക് ചെയ്യേണ്ടത് ഏത് രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വിളക്കിന്റെ ദൗത്യം. അപ്പൊ വിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻസ് ആണ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്പില് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നമ്മളൊരു ഇത് എന്താണോ ഇൻപുട്ട് ചെയ്യണത്, ഏത് സോഫ്റ്റ്വെയർ നമ്മൾ മൊബൈലിൽ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ആ ഇതിനനുസരിച്ചാണ് നമ്മുടെ മൊബൈൽ വർക്ക് ചെയ്യുക. ഇപ്പൊ നമ്മള് മൊബൈൽ കൊണ്ടായിട്ട് നമ്മള് ഒരു പിന്നെ ഒന്നും വേണ്ട, നമുക്ക് ഗൂഗിൾ പേന്റെ ഒരു ഇത് നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് നമ്മളെ മൊബൈലിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യുള്ളൂ. അത് വേണോ വേണ്ടേ അല്ലെങ്കിൽ അത് എന്താക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളതിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഗൂഗിൾ പേ അതിൽ വർക്ക് ആവുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ നമ്മൾ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ആളുകൾ സംസാരിക്കുന്നിടത്ത് അതുപോലെ തന്നെ പ്രത്യേകിച്ചും അസുഖങ്ങളെ കുറിച്ചുള്ള പിന്നെ
കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഓക്കെ ഒരു പരിധി വരെ നമുക്ക് ഇന്നാൾക്ക് ഇന്ന അസുഖമാണ്, ഇന്നതാണ്, ഇത്രയും പറഞ്ഞ് നമുക്ക് അതിലേക്ക് മാറാന്നല്ലാതെ കുറച്ച് നമ്മൾ അതിലേക്ക് ചില ആളുകൾ അതിന്റെ ഡീറ്റെയിൽ എടുക്കാനും അതിന്റെ പിന്നാലെ പോവാനും നിൽക്കും. അപ്പൊ നമ്മൾ എത്രത്തോളം അതിലേക്ക് ഇൻവോൾവ് ആവണം അത്രയും ആ കാര്യം എസ്പെഷ്യൽ അത് പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് എന്താണ് ഒരു അസുഖം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയെ ബാധിക്കുന്ന നെഗറ്റീവായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത്രയും കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളാണ് ഇപ്പൊ ബില്യണർ മൈൻഡ് സെറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സാമ്പത്തികതയിലേക്ക് അല്ലെങ്കിൽ ഒരു എംപവർമെന്റിലേക്കോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്കോ ഏതിലേക്കാണോ നമ്മൾ കൂടുതലായി നമ്മുടെ സംസാരം, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കൂട്ടുകെട്ട്, നമ്മൾ അതിനുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് അതാണ് നമ്മൾക്ക് ഏറ്റവും ഈസി ആക്കി തരിക. ഏത് ഫീൽഡിൽ നമ്മൾ നിൽക്കണം. അപ്പൊ അതൊന്നും വേണ്ട. ഇപ്പൊ നമുക്ക് എയുടെ കാലമാണ്. നമ്മൾ ഗൂഗിളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കുറച്ച് മുമ്പ് വരെ നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലോ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടോപ്പിക്കാണോ നെക്സ്റ്റ് അതിനോട് വരിക അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. ഒരു സ്പിരിച്വാലിറ്റി ബന്ധപ്പെട്ട കാര്യമാണ്, അതും ഏത് റിലീജിയന്റെ സ്പിരിച്വാലിറ്റി ആണോ നമ്മൾ എടുക്കുന്നത് വെച്ചെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പിന്നെ അതിലേക്ക് വരുന്നത് എന്താണ് ഒരു സെർച്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മളിലേക്ക് വരുന്നത് സെയിം കോണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഏത് റിലീജിയനോ ഇനി അതല്ല നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മൂവിയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം. പിന്നെ മൂവി അത് കഴിഞ്ഞ് ആ മൂവിന്റെ പിന്നാലെ വേറെ കുറേ മൂവികൾ വരും. ഇപ്പൊ നമ്മൾ ഏത് ഇതാണോ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യണത് ആ സാധനം തന്നെ നമ്മളിലേക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയാറുണ്ട് ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അല്ലെങ്കിൽ ആ ആൾ ആരാണെന്ന് അറിയണമെന്ന് വെച്ചെങ്കിൽ അവരുടെ ജസ്റ്റ് മൊബൈൽ ഒന്ന് വാങ്ങിയിട്ട് അവരുടെ ഗൂഗിൾ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഹിസ്റ്ററിയോ എടുത്തു കഴിഞ്ഞാൽ അയാൾ എന്താണെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഞാൻ പറയാറുണ്ട്. പണ്ട് പറയുന്ന അവര് വായിക്കുന്ന പുസ്തകങ്ങൾ ഏതാന്ന് എടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ ഒരു ക്യാരക്ടർ ആവും ഓൾവേസ് അവരെ ഉണ്ടാവുക. അല്ലെങ്കിൽ അതിനു മുമ്പ് പറയാറുണ്ട് അവരുടെ ഫ്രണ്ട്സിനെ ഒന്ന് വാച്ച് ചെയ്താൽ മതി അവരേതാ. അപ്പൊ ഈ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇവരായിട്ടുള്ള സംസാരങ്ങളിൽ ഇതിലൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഉണ്ടായതുകൊണ്ടാണ് അവർ ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ ഫ്രണ്ട്സിനെ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും, മറ്റൊരാൾ എന്താണെന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യണം. അതേപോലെ അതില് ഈ പറഞ്ഞ മൈൻഡ് സെറ്റും ബില്യണർ മൈൻഡ് സെറ്റും ഫൈനാൻസും വെൽത്തും ഇതിനൊക്കെയാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിലേക്കൊക്കെയാണ് ഫോക്കസ് ചെയ്യുമെങ്കിലും ഓഫ്കോഴ്സ് നിങ്ങളിലേക്ക് അത് തന്നെയാണ് വന്ന് ചേരാ. അത്തരം കമ്മ്യൂണിറ്റികളെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും, അത്തരം സാഹചര്യങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനോടനുബന്ധിച്ച് എന്തൊക്കെ നിങ്ങളിലേക്ക് പോവാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണം അതൊക്കെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. പൈലോ കൊയ്ലോ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ, നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും, അതിൽ പറയുന്നുണ്ടല്ലോ നിങ്ങളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ച ലോകം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രകൃതി അതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെ എന്താക്കി പ്രകൃതി നിങ്ങൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്യും. പ്രകൃതി അതിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അതിലേക്ക് ഒരുങ്ങുക എന്നുള്ള കാര്യം, നമ്മൾ അതിനെ ഒരുങ്ങുക, നമ്മുടെ മൈൻഡിനെ നമ്മൾ ഒരു കൃഷിയിടത്ത് നമ്മൾ എങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിനെ കളച്ച് മണ്ണുകളൊക്കെ ഇളക്കി അല്ലെങ്കിൽ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി റെഡി ആക്കുമ്പോൾ അതിലെ പോട്ടി മിക്സ് ഒക്കെ ഫിക്സ് ചെയ്ത് നമ്മൾ അതിനെ റെഡിയാക്കുന്നത് എങ്ങനെയാണോ അതേപോലെ നമ്മുടെ മൈൻഡിനെയാണ് നമ്മൾ ആദ്യം റെഡിയാക്കേണ്ടത്. അതാണ് നമ്മുടെ കൃഷിയിടം. അവിടെ നമ്മൾ ഏത് വിത്ത് ആ വിത്ത് പാകണമെന്നുണ്ടെങ്കിൽ ആ വിത്തിനെ നമ്മൾ അവിടെ ഇടേണ്ട മുമ്പ് ആ മൈൻഡ് സെറ്റ് നമ്മൾ ക്ലിയർ ആണ്. അവിടെയുള്ള കുറെ നെഗറ്റീവായ അതായത് നമ്മളൊരു കൃഷിയിടത്തിലുള്ള കളകളെ ഒഴിവാക്കണ പോലെ കാടും കളകളും മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കളച്ച് മറിച്ച് തീയിട്ട് കളഞ്ഞ് നശിപ്പിക്കണ പോലെ അതിനെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം ആ ഒരു മണ്ണിനെ ഇളക്കി മറിച്ചുകൊണ്ട്. മണ്ണിനെ ഇളക്കി മറിക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മളുടെ ഈ ട്രെയിനിങ്ങും സെഷൻസ് ഒക്കെ വരുന്നത്. ആദ്യം നിങ്ങൾ അതിനെ റെഡി ആവുക എന്നുള്ളതാണ് അതിന് ഈ ചെടികളൊക്കെ വെട്ടി കാടൊക്കെ വെട്ടി ക്ലിയർ ആക്കുക എന്നുള്ളത്. രണ്ടാമത് നമ്മൾ അതിലേക്ക് കളകള് ഈ മണ്ണിനെ ഇളക്കി മറിക്കുന്ന ഇതേ ഇഫക്റ്റാണ് നമ്മുടെ മൈൻഡിൽ കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ട്രെയിനിങ്ങുകൾ, നമ്മൾ മെഡിറ്റേഷൻസ്, അഫർമേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കേൾക്കുന്നതും നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണ്, നമ്മൾ ഏതരം ആളുകളോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് രാവിലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പിന്നീട് അതിൽ വരുന്ന വിത്തുകളാണ്. വിത്തും അതിലേക്കുള്ള ഫെർട്ടിലൈസേഷനും വാട്ടറും ഒക്കെയാണ് ഈ പറഞ്ഞ സംഭവം. അതിൽ നിന്ന് വരുന്ന ഒരു നന്നായിട്ട് ഫെർട്ടിലൈസേഷൻ ചെയ്ത് നല്ല പോട്ടി മിക്സ് ഒക്കെ കൊടുത്ത ഒരു ചെടിയാണെങ്കിൽ അത്
നമ്മൾ ആഗ്രഹിക്കണ പോലെ അത് നല്ല രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ അതിന് ഫലങ്ങൾ ഉണ്ടാക്കി തരും. അതേപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിനെ നമ്മൾ ഇളക്കി മറിച്ച് എങ്ങനെ അതിനെ ഇത് ചെയ്യിക്കാൻ പറ്റും ആ ഒരു രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ട് നമ്മളിലേക്ക് അതിന്റെ വിത്തുകൾ ഇട്ടുകൊണ്ട് വേണം നമ്മൾ അതിനെ മുളപ്പിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ എല്ലാവരും ഇട്ടിട്ട് ഞാനടക്കം ഇട്ടിട്ടുള്ള വിത്ത് എന്ന് പറഞ്ഞ ഒരു ബില്യണർ മൈൻഡ് സെറ്റ് എന്നാണ്. ചിലപ്പോ ഈ ഒരു വേർഡ് കേൾക്കുമ്പോൾ ബില്യണർ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എന്താ മില്യണർ മൈൻഡ് സെറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും അത് ദഹിക്കാതെ പോവാത്ത ഒരു സംഭവമാണ്. സാധാരണ ആളുകളിലേക്ക് അത് കേൾക്കുമ്പോൾ അതിനുള്ള പണം കൊണ്ടാണല്ലോ. പക്ഷെ ഇന്ന് നമ്മളുടെ മുമ്പിലുള്ള 99% കാര്യങ്ങളും നമുക്ക് പ്രശ്നങ്ങളെ നമുക്ക് ഒരു പണം കൊണ്ട് തന്നെയാണ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് റോഡിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാല് ബക്കറ്റും കൊണ്ട് ഇന്ന ആളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഇന്ന കാര്യം മറ്റേത് അല്ലെങ്കിൽ വീടുണ്ടാക്കാനും നമ്മളൊരു ബക്കറ്റ് പിരിവെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾക്ക് ആ ആളിന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പണം എന്ന ആ ഒരു പ്രശ്നത്തെ തന്നെയാണ് അവിടെ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അത് സ്വയം ഉണ്ടെന്ന് വെച്ചെങ്കിൽ അവർക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തണ്ട. അതേപോലെ നമ്മൾക്ക് വേണമെങ്കിൽ അവരെ സഹായിക്കാം. നമ്മളെ കയ്യിലും ഇത്രയൊക്കെ ഒരു പണം ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു 99% പ്രോബ്ലത്തിന് സോൾവ് ചെയ്യണ ഒരു സംഭവം തന്നെയാണ് പണം എന്നതാണ്. ഏത് കാര്യവും നമുക്ക് പണം കൊണ്ട് വാങ്ങാൻ പറ്റും ഇന്നത്തെ കാലത്ത്. അത് ഏത് കാര്യം എന്ന് പറയുമ്പോൾ അതിലേക്ക് അവിടെ ഞാൻ പറഞ്ഞ 1% ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ മരണത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ചിലപ്പം വന്ന അസുഖത്തെ വരുമ്പോഴും ആ അസുഖത്തെ നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പണം വേണം. നമുക്ക് നമ്മളുടെ പല ഫ്രണ്ട്സിൻ്റെതാവട്ടെ നമ്മുടെ ഫാമിലിയിലാവട്ടെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പല പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ നമുക്ക് വേണ്ടത് പണം തന്നെയാണ്. അപ്പൊ 99% നമ്മുടെ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് പണം. അപ്പൊ പണം ഉണ്ടാക്കുക എന്നുള്ളത് മോശപ്പെട്ട ഒരു കാര്യമല്ല, അത് ഏറ്റവും നല്ലൊരു കാര്യം കൂടെയാണ്. നമ്മൾക്ക് വേണ്ടെങ്കിൽ അത് നമുക്ക് ചുറ്റുമുള്ള പലർക്കും ആവശ്യക്കാരുണ്ട്, അവർക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ മൈൻഡ് മാസ്റ്ററി എന്ന് പറയുമ്പോൾ മൈൻഡിനെ എങ്ങനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കുന്നതിന് ഞാൻ ഒരു ഒരു ബുക്ക് ഉണ്ട്, ജോനാഥൻ ലിവിങ്സ്റ്റൺ സീഗൽ എന്ന് പറഞ്ഞിട്ടുള്ള. അതായത് ജോനാഥൻ എന്ന ഒരു കടൽക്കാക്കയെ കുറിച്ചുള്ള ഒരു കഥയാണ്, ഒരു സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാല് പിന്നെ അതിന്റെ ഒരു എങ്ങനെ അവരുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്. പലരും അത് മേ ബി വായിച്ചിട്ടുണ്ടാവാം. ആ ബുക്ക് ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്, റിച്ചാർഡ് ബാച്ചിന്റെ ബുക്കാണ്. നമുക്ക് അത് വെച്ചിട്ട് ഇന്ന് നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ പറയുന്നത് എങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്താം, എങ്ങനെയാണ് നമ്മളൊരു ഗോൾ. അപ്പൊ അവിടെ നമുക്ക് മൈൻഡ് സെറ്റ് ഫില്ല് ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ആദ്യം വേണ്ടത് ആ മൈൻഡ്. ഇപ്പൊ നമ്മള് പിന്നെ ഏകദേശം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു മൈൻഡ് എന്താണെന്ന്, മൈൻഡിന്റെ ഇത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന്. അതായത് നമ്മളിപ്പോ ആ കൃഷിയിടത്തേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ ഉള്ള കൃഷിയെ ഒന്ന് കാടൊക്കെ ഒന്ന് വെട്ടി തെളിച്ചു, മണ്ണൊക്കെ ഒന്ന് ഇളക്കിയെടുത്തു. ഇനി അത് എങ്ങനെയാണ് അതിലേക്ക് എന്തൊക്കെ വിത്തുകളാണ് നമ്മൾ പാകി വെക്കേണ്ടതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞാല് വലിയൊരു ഏരിയയാണ്. അതിന്റെ ഇന്നത്തെ നമ്മളുടെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇപ്പൊ തന്നെ 1/2 മണിക്കൂറായി. അതൊരു ചെറിയൊരു പോർഷനാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നമുക്കിന്ന് ഈ ഒരു ഇത് എങ്ങനെയാണ് നമ്മുടെ ഒരു ബ്രെയിനിലേക്ക് നമ്മളൊരു ലക്ഷ്യം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ബ്രെയിനെ കുഴക്കി നമ്മുടെ ഒരു വിത്ത് ഇടുക എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ടത് അതിൽ നമ്മൾ എന്താണ് ഒരു ചെടി നടുമ്പോൾ ആ ചെടിയില് പിന്നെ ഒരു റോസാ ചെടിയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കണതെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ മനസ്സിൽ കാണുന്ന ആ റോസ് ചെടി വളർന്ന് അതിൽ ലീഫൊക്കെ വന്നതിന് ശേഷം ഉണ്ടാവുന്ന അതിന്റെ ഫ്ലവർ, ആ ഫ്ലവറിന്റെ സ്മെല്ല് അല്ലെങ്കിൽ അതിനെ കാണാനുള്ള അതിന്റെ കളറ് ഭംഗി, ഇതൊക്കെ നമ്മുടെ മൈൻഡിലൊന്ന് വരും അല്ലെ. ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു ചെടിയെ നട്ടുപിടിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു മാവാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മളൊരു മാവും തൈ വെറുതെ കിട്ടിയത് നമ്മളൊരു നഴ്സറി പോയിട്ട് വാങ്ങില്ല. നമ്മൾ അവരോട് കൃത്യമായിട്ട് ചോദിക്കും ഇത് എപ്പം കായ വരും, എത്ര വർഷം ഇതിന് കായ വരാൻ സമയമെടുക്കും, അല്ലെങ്കിൽ എത്ര മാസങ്ങൾ എടുക്കും, ഇത് എന്താണ് ഇതിന്റെ പേര്, ഇതിന്റെ പിന്നെ ടേസ്റ്റ് എങ്ങനെയാണോ, നല്ല പുളിയുള്ള ടൈപ്പാണോ അല്ലെങ്കിൽ മധുരമുള്ള ടൈപ്പാണോ, ഇത് എത്ര വലിപ്പമുള്ള അതിന് മാങ്ങയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കും ഈ മാങ്ങയ്ക്ക് ഈ ഒരു
പിന്നെ ഇതിന്റെ മാങ്ങയ്ക്ക് എത്ര അപ്പൊ ഇതൊക്കെ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് കൊണ്ടുവന്ന് നടുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിന്റെ ആ ഫ്രൂട്ടിനെയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ റോസാണ് നമ്മൾ അതിനെ വേണ്ടി ചെയ്യുന്നു. ആ ഫ്രൂട്ടിനെയാണ് നമ്മുടെ മൈൻഡിൽ കണ്ടിട്ടാണ് നമുക്ക് ചെടിയെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അതിന്റെ എന്താണ് അതിന്റെ എൻഡ് റിസൾട്ട് നിങ്ങൾ കാണുന്നത്. നിങ്ങളതൊരു ഗോൾ കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു 1 ഇയറിൽ എന്റെ ടേൺ ഓവർ ഇന്നതായിരിക്കണം, ഒരു ഫിഗർ നമ്മൾ സെറ്റ് ചെയ്യണം. അതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് വെക്കണം. അത് മന്ത്ലി അത് എത്ര, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ടേൺ ഓവർ വരണം, അല്ലെങ്കിൽ പിന്നെ ക്വാർട്ടറിൽ വരുമ്പോൾ നമ്മൾ ടേൺ ഓവർ എത്ര വരണം, അതിന് പുറമെ നമ്മുടെ മന്ത്ലി ടേൺ ഓവർ എത്ര വരണം, അതിന് വീണ്ടും വീക്കിലി എത്ര ആയിരിക്കണം, അത് കഴിഞ്ഞ് അത് പെർ ഡേ എത്ര ആയിരിക്കണം നമ്മുടെ ടേൺ ഓവർ എന്ന്, അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അപ്പൊ ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണ്, നമ്മുടെ ഗോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പൊ ഇവിടെ ജലാത സീകൾ എന്നാ പറയുന്നത് ഈ കടൽക്കാക്ക, മറ്റുള്ള പക്ഷികൾ, സീകൾ പറയുമ്പം കടൽക്കാക്കനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവ കടലിനോട് ചേർന്ന് ബീച്ച് സൈഡിലാണ് ഇവരുണ്ടാവുക. അത് അവിടുന്ന് കിട്ടുന്ന ഫിഷും ആ ഒരു കടലിന്റെ അധികം ദൂരമൊന്നും പോവാതെ കുറച്ച് താഴ്ന്ന് അധികം ഹൈറ്റിലൊന്നും പറക്കാൻ പറ്റാത്തൊരു പക്ഷിയാണ് കടൽക്കാക്ക. അത് കടലിന്റെ അടുത്തൊക്കെ പറന്ന് മീൻ പിടിച്ച് അതിന് പിന്നെ കൂട്ടത്തോടെ നിൽക്കുന്ന മീനിനെ കാണുമ്പോൾ അതിന് കൊത്തിയടിച്ച് പിടിച്ച് കഴിക്കണേ, അല്ലെങ്കിൽ മീൻ പിടിച്ചുകൊണ്ട് ഹാർബറുകളൊക്കെയാണ് ഈ കടൽക്കാടുകളിൽ ഉണ്ടാവും. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോ അതിന് ജോനാഥൻ എന്ന് പറയുന്ന കടൽക്കാർക്ക് തോന്നുകയാണ് മറ്റുള്ള പക്ഷികളെ പോലെ അല്ലെങ്കിൽ പിന്നെ ഈഗിളിനെയൊക്കെ പോലെ തന്നെ ഒന്ന് ഉയർന്നു പറക്കണം എന്ന് തോന്നുകയാണ്. പക്ഷെ ഓരോ പക്ഷികൾക്കും നമ്മള് പിന്നെ പക്ഷി എന്നല്ല, നമ്മൾക്കും കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതേപോലെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു ഡിസയർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറെ ഒരു അതിനെ നമ്മളെ തടഞ്ഞു നിർത്തുന്ന കുറെ പരിമിതികൾ നമുക്ക് മുമ്പിലുണ്ട്. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് കുറെ പരിമിതികൾ ഉണ്ടാവും. ഈ പരിമിതികൾ എന്ന് പറയുമ്പോൾ ഇതേപോലെ എന്തുണ്ട്, ജോന്താനും കുറെ പരിമിതിയുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരും അങ്ങനെ പറന്നുയർന്നിട്ടില്ല. ഒന്ന്, തന്റെ ശരീരഘടന അതിന് പറ്റും. അതിന്റെ ചിറകുകളും അത്രയും ഹൈറ്റിലേക്ക് ഒരു ഈഗിളിനെ പോലെ പറന്നു കയറാനുള്ള ഒരു അതിന്റെ ശരീരഘടന അതിന് പോസിബിൾ ആണോ എന്ന് അതിനറിയില്ല. അതുപോലെ വേറെയും കുറെ കാര്യങ്ങൾ ഇതിന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ജോനാഥനെ ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്ക് പിന്നെ ഒരു ഈഗിളിനെ പോലെ ഹൈറ്റിൽ, നല്ല ഹൈറ്റിൽ പറന്നുയരണം എന്ന ഒരു ചിന്ത ജോനാഥന് വരെയാണ്. ആ ഒരു ചിന്തയെന്നാണ് ജോനാഥൻ ഇതിന് ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആദ്യം പറന്നതാകുമ്പോൾ കുറച്ചൊന്ന് പറന്ന് പിന്നെ അതിനെ പിന്നെ ആ ഒരു കുറച്ച് മുകളിലേക്ക് പറന്ന് വെള്ളത്തിന്റെ തൊട്ടടുത്ത് വന്നിട്ട് അതിനെ ഒന്ന് സ്റ്റില്ലായിട്ട് നിൽക്കാനും വേണ്ടി നോക്കുന്നുണ്ട്. ഈ സമയത്ത് ജോനാഥന്റെ ചിറകുകൾ ആ വെയിറ്റ് താങ്ങാൻ പറ്റാതെ എന്ത് ചെയ്യേണ്ടത്, ജോനാഥൻ വീണ്ടും കടലിലേക്ക് അല്ലെങ്കിൽ ആ ഇതിലേക്ക് വീഴുകയാണ്. ഇങ്ങനെ വീഴുമ്പോ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ നമ്മൾ ആരും ഒരു നടത്തം പഠിക്കുന്നത് എന്തായിട്ടല്ല, ഒറ്റയടിക്ക് ഒരു ദിവസം എഴുന്നേറ്റ് നടന്നവരല്ല നമ്മള് കുഞ്ഞായിരിക്കുമ്പോ നമ്മൾ നേറ്റ് നടക്കുന്നു, വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, നടക്കുന്നു. ഇതേ സിസ്റ്റം തന്നെയാണ് ജോനാഥനും അവിടെ ചെയ്യണത്. പറന്നുയരുമ്പം അവിടെ പറന്ന് ഉയരാൻ ശ്രമിക്കുമ്പോ ആ ചിറകുകൾ അതിന് പ്രാപ്തമല്ല. അതുപോലെ തന്നെ എന്താണ്, കടലിലേക്ക് വെള്ളത്തിന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് സ്റ്റെക്കായിട്ട് നിൽക്കാം, ഒന്ന് ഒരു സ്റ്റില്ലായിട്ട് കുറച്ച് സമയം ഒന്ന് നിൽക്കാൻ നോക്കുമ്പോൾ ആ ചിറകുകൾ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ വീണ് പോവുകയാണ്. അപ്പൊ ഇതുപോലെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതും എത്രത്തോളം ഹൈ എൻഡിലേക്കുള്ള ഗോളാണോ, നമ്മുടെ ഗോൾ എത്രത്തോളം പിന്നെ വലുതാണോ അതിനനുസരിച്ച് നമുക്ക് വീഴ്ചയുടെ ആഴം കൂടും, നമ്മുടെ വീഴ്ചയ്ക്ക് പരിക്കുകൾ പറ്റും എല്ലാം. പക്ഷെ അവിടെ നമ്മൾക്ക് ഉണ്ടാവുന്ന വീഴ്ച പരിക്കെന്ന് പറയുന്നത് പല ചുറ്റുഭാഗമുള്ള ആളുകളിൽ നിന്നുണ്ടാവാം, നമ്മൾക്ക് എടുത്തിട്ടുള്ള ചില ഡിസിഷനിൽ ഉണ്ടാവുന്ന പാളിച്ചകളാവാം, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കിട്ടാത്തതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഗൈഡ് ചെയ്യാൻ ഒരാളില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ അതിന് കിട്ടാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഗോളിലേക്കുള്ള ആ വഴികളെ കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടൊക്കെ നമുക്ക് കുറെ പാളിച്ചകളും വീഴ്ചകളും വരാറുണ്ട്. ഇതിന് നമുക്ക് ഫിസിക്കലി, മെന്റലി, ഫൈനാൻഷ്യലി എല്ലാം നമ്മൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ പ്രയാസങ്ങളൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവിടേക്ക് നമ്മൾ എത്താണ്ട് നമ്മളെയും കൂടെ ഒന്ന് പ്രാപ്തമാക്കാനുണ്ട്. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് നമ്മളുടെ കൈകളിലേക്ക് ഒരു പിന്നെ നല്ല വെയിറ്റുള്ള ഒരു സാധനം, ഒരു 10 കിലോ നമ്മുടെ വലത് കൈയിലേക്ക് വെക്കുമ്പോൾ ഒരു
ഒരു ബോള്, നല്ല അയൺ ആയിട്ടുള്ള ഒരു ബോള്, നല്ലൊരു 10 ഗ്രാം വെയിറ്റ് ഉണ്ട്. അത് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ ഒറ്റ കയ്യിൽ നമുക്കത് താങ്ങി നിൽക്കാൻ കഴിയില്ല. അതിനെ നമ്മുടെ കൈയിനെ സ്ട്രോങ് ആക്കേണ്ടത്. അവിടെയാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞ നമ്മൾ ജിമ്മിന് പോണ ഒരു കാര്യമാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് നമ്മളെ ബോഡി ആണെങ്കിലും നമ്മുടെ മൈൻഡ് ആണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പതുക്കെ പതുക്കെ എന്താ നിത്യാഭ്യാസ ആലയം എടുക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു സ്ത്രീകൾ വീഴുമ്പോ ഈ അവന് അവിടെ കുറച്ചു ദിവസം ഇവന് പറഞ്ഞ ആഗ്രഹം ഉണ്ടായി, ഇവന് ജനാത സ്ത്രീകള് പറന്ന് വീഴുമ്പോ കുറച്ചു ദിവസം കാണുമ്പോഴാണ് ഇവന്റെ പാരന്റ്സ് ഇവനെ ശ്രദ്ധിക്കണം, ഇവൻ എന്താണ് ഈ ചെയ്യുന്നത്. മറ്റുള്ളവരെ പോലെ വന്നിട്ട് ഭക്ഷണം കഴിച്ച സാധനം അവര് വളരെ കംഫർട്ടായിട്ട് കടൽ തീരത്ത് താമസിക്കുന്നു, അവിടെ കിട്ടുന്ന മത്സ്യങ്ങളെ പിടിച്ച് കഴിക്കുന്നു. ഈ ഒരു കടൽ തീരത്ത് കൂടെ അവർ കുറച്ച് ചെറുതായിട്ട് പറന്നിട്ടും ആ ഒരു പാറക്കെട്ടുകളുടെ അല്ലെങ്കിൽ ആ മണലിന്റെ അതിലേക്ക് ഒന്ന് ഇറങ്ങി കുറച്ച് സമയം ചെലവഴിക്കുന്നതിൽ അപ്പുറത്തേക്ക് ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല, വേറെ സ്വപ്നങ്ങളും ഇല്ല. അവരവിടെ ജോലിയിൽ കംഫർട്ടാണ്. ഇന്ന് നമ്മളടുത്ത് ഞാനടക്കം പലപ്പോഴും ഇതിൽ കംഫർട്ടാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ കംഫർട്ടാകുമ്പോൾ വേറൊരു വഴിയിലേക്ക് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ ഇവിടെ ജോനാഥൻ ചെയ്യുന്നത് എന്താ, അതിനെ ബിയോണ്ട് സ്കിൽ, തന്റെ കഴിവുകൾക്ക് അപ്പുറം അല്ലെങ്കിൽ തന്റെ സമൂഹം തന്റെ ആളുകൾ കാണിച്ചു തന്നതിലേക്ക് അപ്പുറത്തേക്കാണ് ജോനാഥൻ പോവാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മള് പല ഗോൾ എന്ന് പറഞ്ഞാല് നമ്മൾ സെറ്റ് ചെയ്യണ ഗോൾ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും എന്താവണല്ല, അതൊരു ആ ഗോള് നമ്മള് എപ്പോഴും ചെറിയ ഗോൾ എന്നതിലപ്പുറത്തേക്ക് നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ കുറച്ച് പ്രയാസമുള്ള ഗോളായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഷോർട്ട് ടേമിലേക്കല്ല, ലോങ് ടേമിലേക്കൊക്കെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യെങ്കിൽ ഒരു 1 ഇയർ ഗോൾ അല്ലെങ്കിൽ 3 ഇയർ ഗോളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലേക്ക് ഈസി ആയിട്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതൊന്നും ആവരുത്. അത് കുറച്ച് സ്ട്രെയിൻ എടുത്ത് നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്കുള്ള ഗോളായിരിക്കണം. ഇവിടെ ജോനാഥന്റെ മുമ്പിൽ ഒരാളും മുമ്പ് കാണിച്ചിട്ടില്ല. ആ ഒരു കടൽക്കാക്കകളുടെ വിഭാഗത്തില് ആരും തന്നെ അത്ര ഉയർന്ന് പറക്കാനൊന്നും നോക്കിയിട്ടില്ല, ആരും അതിന് മുമ്പ് പറന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജോനാഥൻ അങ്ങനെ എനിക്ക് എന്തുകൊണ്ട് ഒരു ഈഗിളിനെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള പക്ഷികളെ പോലെ ഉയർന്ന് പറന്നുകൂടാന്ന ചിന്ത വരുമ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പിന്നെ മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് അവർക്ക് അതിനെ അറിയില്ല. പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഗോളും നമ്മുടെ സ്വപ്നത്തെ കുറിച്ച് ആരോട് പങ്കുവെക്കുമ്പോ അവരത് നീ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ, നീ അത് ചെയ്താൽ ശരിയാവില്ല കേട്ടോ, അത് നിന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോ അവർക്കത് ചെയ്യാൻ പറ്റാൻ നമ്മൾക്ക് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, നമ്മുടെ ലക്ഷ്യങ്ങളുണ്ട്, നമ്മൾക്ക് അതിക്കുള്ള ഒരു വേ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളത് പറയണ കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സംഭവമാണ്. അവർക്കത് അത്ര ഡൈജസ്റ്റ് കിട്ടൂല, കാരണം അവർക്കത് മനസ്സിലാവില്ല നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ജോനാഥൻ എന്ത് പറയുന്നത്, എനിക്ക് ഹൈറ്റിലേക്ക് പറക്കണം എന്ന് പറയുന്നത്. ഈ ഹൈറ്റിലേക്ക് പറക്കുമ്പോൾ കുറച്ച് ദിവസം ആള് സ്വയം പിന്നെ അതിന് ട്രെയിനിങ് എടുക്കുകയാണ്. ഇപ്പൊ നമ്മളൊക്കെ ഒരു ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പല ട്രെയിനിങ്ങുകളും പല സെമിനാർ വർക്ക്ഷോപ്പുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ടാവും, നമ്മൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടാവും. അതിന് വേണ്ട കുറെ വിഭവങ്ങൾ, ഇതൊക്കെ ഇതിലേക്കുള്ള ഫെർട്ടിലൈസേഷൻ പോലെയുള്ള വിഭവങ്ങളാണ്. ഈ വിഭവങ്ങളെയൊക്കെ നമ്മൾ സമാഹരിക്കുകയാണ്. അപ്പൊ അതിലെ ഒരു വിഭവം എന്ന പോലെ ജോനാഥൻ എന്താ ഹൈറ്റിലേക്ക് പറക്കാനുള്ള ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്വയം അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക, അവൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് കഴിയുമ്പം അവന്റെ പാരന്റ്സ് ഇത് കാണുന്നത്, ജോനാഥൻ ഇങ്ങനെ പറക്കാൻ ശ്രമിക്കുന്നതും അതിൽ വീഴുന്നതൊക്കെ. അപ്പൊ ജോനാഥനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്, എനിക്ക് മര്യാദയ്ക്ക് ഭക്ഷണം മീനിനെ ഇവിടെ കിട്ടുന്ന ഈ കടലിൽ നിന്ന് കിട്ടുന്ന ഫിഷ് അല്ലെങ്കിൽ ഈ കരയിലേക്ക് വരുന്ന ഹാർബറിലൊക്കെ വരുന്ന ഫിഷിനെ വീണ് കിടക്കുന്ന ഫിഷ് കഴിച്ച് എനിക്ക് നിന്റെ വിശപ്പടക്കിക്കൂടെ, വേറെ എന്തിനാണ് നീ ഇങ്ങനെ ശ്രമിക്കുക പറയുമ്പോൾ ജോനാഥൻ അതല്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ പറക്കണം, ഹൈറ്റിലേക്ക് പറക്കണം, ഈഗിളിനെ പോലെ പറക്കണം, എനിക്ക് എന്റെ ലക്ഷ്യം അതാണ്. ഈ ഒരു പിന്നെ ഇത്ര ചെറിയ രീതിയിൽ എനിക്ക് ഇങ്ങനെ ഇവിടെ പോയാൽ പോരാ, എനിക്കിത് പറന്ന് അപ്പൊ ചോദിക്കും, നീ എന്തിനാ പറക്കുന്നത്, എന്നിട്ട് നിനക്ക് എന്താ, എനിക്ക് പറക്കാൻ, എനിക്ക് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് കുറെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ജോനാഥൻ പറയുമ്പോൾ പാരന്റ്സ് അതിനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേ പക്ഷെ ജോനാഥൻ ഒരിക്കലും തന്റെ പിന്നെ ശ്രമം നിർത്തുന്നില്ല, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും ട്രൈ ചെയ്യും, ഇങ്ങനെ ജോനാഥന്റെ ട്രെയിനിങ് സ്വയം അത് ചെയ്തിട്ട് ആരും ഗൈഡ് ചെയ്യാനില്ല. പലപ്പോഴും നമ്മുടെ പുതിയ ഗോള് പുതിയ ഒരു വിഷനൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ നമ്മളെ ഗോള് ഒരു സ്പെഷ്യൽ ഗോളൊക്കെ ആണെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലാവില്ല, നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ ട്രെയിൻ ചെയ്യാനോ ഒന്നും അവിടെ ഉണ്ടാവില്ല.
നമ്മൾ ഒറ്റക്ക് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ സ്വയം ട്രെയിൻ ചെയ്തുകൊണ്ടാണ് ഇതേപോലെ ജഗന്നാഥൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കുറെ കഴിയുമ്പോഴാണ് കുറെ പാരന്റ്സിനെയും എത്തുന്നത്. പിന്നീടാണ് ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഇവരുടെ ഒരു ലീഡർ ഉണ്ടാവും. ഈ ലീഡർ കുറച്ച് പ്രായമായ ആളാണ്. ആ ജൊനാഥന്റെ അവരുടെ ആ ലീഡർ ഈ കാര്യം പറയാം, ജൊനാഥനോട് പറയും, പിന്നെ വിളിക്കും. എന്താ അപ്പൊ ജൊനാഥനോട് വിളിച്ചിട്ട് ചോദിക്കും, എന്താ നീ ചെയ്തുകൊണ്ടിരിക്കണത്, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ജൊനാഥനോട് അദ്ദേഹം പറയും. പക്ഷെ ഇതൊന്നും ജൊനാഥന്റെ ലക്ഷ്യത്തിന് തടസ്സമാവില്ല ഒരിക്കലും. അപ്പൊ ജൊനാഥന് അവിടെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്, തന്റെ ഗോൾ എന്താണ്, തന്റെ ഇതെന്താണ് എന്നുള്ളത്. ആ ഒരു ഗോളിന്റെ ശ്രദ്ധയുള്ളത് കൊണ്ടും അതിനായ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ ഉള്ളത് കൊണ്ടും സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ആഗ്രഹം, അതിനുള്ള ശ്രമങ്ങളും ജൊനാഥൻ തുടങ്ങിയത് കൊണ്ടാണ് ജൊനാഥൻ അത് വീണ്ടും പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ചെയ്യുമ്പോൾ ജൊനാഥൻ മനസ്സിലാക്കുന്നത് മറ്റു പക്ഷികളാകുമ്പോൾ തനിക്ക് ഇത് ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കണമെങ്കിൽ എന്റെ വിങ്സ്, എന്റെ ചിറകുകൾ അതിന് പ്രാപ്തമല്ല. പക്ഷെ ആ ചിറകിനെ ഒന്ന് മടക്കി വെച്ചാൽ എനിക്ക് മറ്റു പക്ഷികളെ പോലെ തന്നെ ഉയർന്നു പറക്കാനും വെള്ളത്തിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഡൈവ് ചെയ്ത് നിൽക്കാനും പറ്റുമെന്നത് ജൊനാഥൻ മനസ്സിലാക്കുന്നത്. അത് കിട്ടിയത് ജൊനാഥന്റെ കുറെ വീഴ്ചകൾക്ക് ശേഷമുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ്, അല്ലാതെ അത് വേറൊരാൾ പറഞ്ഞു കൊടുത്തിട്ടോ ട്രെയിൻ ചെയ്തതോ അല്ല. എക്സ്പീരിയൻസ് ചെയ്ത് മറ്റുള്ളതിനെ ചുറ്റുമുള്ളതിനെ നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന അനലൈസിങ് കിട്ടുന്ന ഒരു നോളജാണ് ജൊനാഥൻ എന്ത്, ഈ ഒരു ചിറക് മടക്കി വെച്ചാൽ എനിക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും, ഇത്ര നീളത്തിലുള്ള ചിറകിനെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ജൊനാഥൻ മനസ്സിലാക്കും. അപ്പൊ നമ്മള് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസിന് അപ്പുറത്തേക്ക് മറ്റുള്ളവർ ആ വഴിയിലൂടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള അത്തരം യാത്രകൾ പോയിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനോടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മളുടെ യാത്ര തുടരാൻ. നമ്മളുടെ എക്സ്പീരിയൻസിലേക്ക് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഓരോന്നും നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാന്നല്ലാതെ നമ്മുടെ ഗോളിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പൊ സിമിലർ ആയിട്ടുള്ള അതിനോടനുബന്ധിച്ച് അതേപോലെയുള്ള യാത്രകൾ വന്നപ്പോൾ മറ്റുള്ളവരൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ പൂർവികർ. അപ്പൊ നമ്മളുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ പോയ വഴികളിൽ ഉണ്ടായിട്ടുള്ള കുറെ ഓബ്സ്റ്റക്കിൾസ്, കുറെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം സെയിമാണ്. ഈ ഒരു സാഹചര്യത്തെ അവരെ എങ്ങനെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ നോക്കിക്കൊണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് അതിൽ എത്രത്തോളം അതിനെ ഉൾക്കൊള്ളാൻ പറ്റും നോക്കുക. അതിനനുസരിച്ച് വേണം നമ്മൾ അതിലേക്ക് യാത്ര, ആ ഒരു എക്സ്പീരിയൻസിനെ നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ യാത്ര എടുക്കുക. അപ്പൊ ജൊനാഥൻ ഇതിന് ചെയ്തത് ആ ചിറകുകളെ ഒന്ന് മടക്കി പിടിച്ച തനിക്ക് ഇതിലേക്ക് താൻ ഉദ്ദേശിച്ച രീതിയിൽ തനിക്ക് പറക്കാനും തനിക്ക് അവിടെ വെള്ളത്തിന്റെ അവിടെ വന്ന് ഡൈവ് ചെയ്ത് നിൽക്കാനും അപ്പോൾ തന്നെ പിന്നെ തന്റെ ആഹാരമായ ഫിഷിനെ പിടിക്കാനും പറ്റും എന്നത് ജൊനാഥൻ മനസ്സിലാക്കുക. വീണ്ടും അദ്ദേഹം ചെയ്യേണ്ടത് ജൊനാഥൻ അതിന്റെ ചിറകുകൾ ഒരു പരിധി വരെ മടക്കി വെച്ചിട്ട് ഈ ഒരു ട്രെയിനിങ് സ്വയം തുടങ്ങിയെടുക്കുക. അത് ഒരു എക്സ്പീരിയൻസ് എന്ന് റിയലൈസ് ചെയ്തിട്ടാണ് ജൊനാഥൻ അങ്ങനെ വരുന്നത്. ആ ഒരു സമയത്ത് ജൊനാഥന് കറക്റ്റ് അത് ചെയ്യാൻ പറ്റുന്നത്. അത് ചെയ്ത് കഴിയുമ്പോഴാണ് വീണ്ടും ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ കാലങ്ങളായിട്ട് നമ്മുടെ പൂർവികര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്, നമ്മുടെ അതിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ലീഡേഴ്സ്, ഇവരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇവര് പറയും, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇവരൊന്നും ചെയ്യാത്ത ഒരു കാര്യം, പുതിയൊരു കാര്യത്തേക്ക് നീ എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം, എന്തിനാ നീ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നത്, എന്തിനു നിന്റെ ടൈം നീ വേസ്റ്റ് ചെയ്യണത്, നമ്മളിൽ ആരും ഇങ്ങനെ ചെയ്തില്ല. ഇത്തരം കുറെ ഉപദേശങ്ങളും അതുപോലെ കുറെ പരാജയങ്ങളുടെ ലൈഫ് സ്റ്റോറികളും ഇവരുടെ മുമ്പിലേക്ക് വരും. ഈ ഒരു ജൊനാഥൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങളെ തന്നെയാണ് ജൊനാഥൻ എന്നുള്ള രീതിയിൽ കാണേണ്ടത്. ഞാൻ ആ ഒരു കഥാപാത്രത്തെ എടുത്ത് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ ലൈഫ് സ്റ്റോറികൾ ഇന്ന ആൾ ഇന്നത് ചെയ്തു എന്നിട്ട് അവർക്ക് അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ കേട്ടൊരു സംഭവമാണ്, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതിലൊരു സംസാരം ഉണ്ടായപ്പോ അതേതൊരു കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ജിടെക് ഒക്കെ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ അത്രയും ബ്രാഞ്ച് ഉണ്ടായിട്ടും അവർക്ക് അത്രയും ഹൈ ഹാൻഡിൽ ഉണ്ടായിട്ടും അവർക്ക് പോലും ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണോ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നുമില്ലാത്ത നിങ്ങളത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള കുറെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുന്ന കുറെ ഡയലോഗുകൾ നമ്മൾ ഇതിലേക്ക് കേൾക്കും. നമ്മൾ വ്യത്യസ്തമായ വഴികളിലൂടെ അല്ലെങ്കിൽ വലിയൊരു ഗോളിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ചുറ്റുമുള്ളവരിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന ഡിമോട്ടാണ്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെ
ബോക്സ് എന്ന് പറഞ്ഞാൽ അത്തരം ഒരു ഗോളിലേക്ക് സെറ്റ് ചെയ്യണോ, അങ്ങനെ ഒരു ഡ്രീം കാണാനോ അവരുടെ മൈൻഡ് സെറ്റ് അവർക്ക് പ്രാപ്തമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ വഴികൾ അവർക്ക് ആ പോണ വഴികൾ അവർക്ക് അറിയില്ല, ഏതാണ് അതിന്റെ മൈൽ സ്റ്റോൺ എന്ന് അവർക്ക് അറിയില്ല. അപ്പൊ അവർക്കത് അവരുടെ അജ്ഞത കൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് നമ്മളും പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അതൊന്നും നടക്കില്ല എന്ന് പറയും. പക്ഷെ തൊട്ടടുത്ത് നമ്മുടെ മക്കളായിരിക്കാം, ചിലപ്പോ 10-15 വയസ്സുള്ള മക്കളായിരിക്കും ആ കാര്യം നമ്മളെല്ലാവരും വൃത്തിയായിട്ട് ചെയ്യണുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന കുറെ സ്റ്റോറികൾ വരും. ഇതേപോലെ തന്നെ ഇവര് വീണ്ടും കമ്മ്യൂണിറ്റി ഒരു മീറ്റിംഗ് വിളിക്കും, ജോനാഥനെ വിളിക്കും. ജോനാഥൻ വിചാരിക്കുന്നത് ഞാൻ അന്ന് അവരിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാന് പിന്നെ എന്റെ ഒരു ലൈഫ് ഒരു സക്സസ്, എന്റെ ഒരു ഗോളിലേക്ക് എനിക്ക് സക്സസ് ആയി നീങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഇവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനാവും വിളിക്കുന്നുണ്ടാവാന്ന്. കാരണം മറ്റുള്ളവരെക്കാളും കൂടുതൽ ഹൈറ്റിൽ പറക്കാൻ പറ്റുന്ന ആ സമയത്താണ് ജോനാഥനെ വിളിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി കൂടെ ഇപ്പൊ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനാവും ഇവര് വിളിക്കുന്നതെന്ന് വിശ്വാസത്തില് ജോനാഥൻ സന്തോഷത്തോട് കൂടിയിട്ടാണ് അന്ന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ ചെല്ലുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവര് വീണ്ടും പറയുന്നത് നീ എന്തുകൊണ്ട് അത് ചെയ്യണം, നീ എന്തിനത് ചെയ്യണം, നീ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ജോനാഥൻ വീണ്ടും അതിനോട് അതന്നെ ചെയ്യുമെന്ന രീതിയിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് ജോനാഥനെ പിടിച്ചിട്ട് ഇവര് ഈ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ബാൻ ചെയ്തിട്ട് അവരെ എന്താ പറയാ ഒരു ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്, പുറത്താക്കുകയാണ്. അത് ജോനാഥനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യണം, ഒറ്റപ്പെടലുകള്, കൂടാൻ ആരുമില്ല, സംസാരിക്കാൻ ആരില്ല. നമുക്കൊന്ന് ആലോചിച്ചാൽ മതി, ഇത്തരം സംഭവങ്ങളിലൂടെ കടന്നു പോയവരുണ്ടാവാം ഈ കൂട്ടത്തില്. അപ്പൊ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കണ്ട, നമ്മളെ എന്തോ ഒരു ഭീകര ജീവി എന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയോ വലിയ മോശപ്പെട്ട കാര്യമാണെന്ന രീതിയിലായിരിക്കും മറ്റുള്ളവർ നമ്മളെ ഇതാവുക. ഈ ഒരു കണ്ടീഷൻ തന്നെയായിരുന്നു ആ സമയത്ത് ജോനാഥനെ സംബന്ധിച്ചിടത്തോളം. ഒറ്റക്കായി, ആരും അവരോട് കൂട്ടില്ല, ആരുടെ പാരന്റ്സിന്റെ സപ്പോർട്ടില്ല, ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടില്ല, ആരും ഇല്ലാതെ വളരെ ഒറ്റപ്പെട്ടുകൊണ്ട് നിന്നിരുന്ന ജോനാഥനാണ്. പക്ഷെ അവന്റെ ഒരു ഇന്നർ സ്ട്രെങ്ത്തിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അവന്റെ ഗോള് അത്രയും ഡിസയർ ആയിരുന്നു, അത് അത്രയും ഫയറായിട്ട് കിടക്കുന്ന ഒരു ഡ്രീം ആയിരുന്നു അവന്, ഉയർന്ന് പറക്കുക എന്ന ആ ഒരു അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, ഒറ്റക്കാണെങ്കിലും ആ ഒരു യാത്ര അവന് ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചെങ്കിലും അവന്റെ മനസ്സിൽ അതിലും സന്തോഷകരമായിട്ട് അവനെ അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് കുറച്ചും കൂടി ഹൈ ഹാൻഡിലേക്ക് പറക്കാം, എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ആരുമില്ല, എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് പോവാം. എന്താ കുറച്ചും കൂടെ ഇപ്പൊ നമ്മളൊരു യാത്ര പോവാൻ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മളൊരു യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ നമ്മളോട് അപ്പുറം വന്നിട്ട് നമ്മളൊരു ഫ്രണ്ട് വരിക. അപ്പൊ നമ്മൾ ആ ഫ്രണ്ടിനോട് സമയം ഒരു 2 മിനിറ്റ് നമ്മൾ അവനോട് സംസാരിക്കും. നെക്സ്റ്റ് പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവിനെ കാണാം, നമ്മൾ 2 മിനിറ്റ് അവനോട് സംസാരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സ്പീഡ് കുറയും. പക്ഷെ ഇവിടെ ജോനാഥനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ഒറ്റപ്പെടൽ വന്നപ്പോ ഒരാളോടും ഒന്നും ഷെയർ ചെയ്യേണ്ട, ഒന്നിനും സമയമില്ല, ആ ഒരു ഇതിനെ പോസിറ്റീവായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യും, എനിക്ക് കുറച്ചും കൂടെ സമയം ട്രെയിൻ ചെയ്യാനും അതായത് എന്റെ ലൈഫിലേക്ക് എന്റെ ഗോളിലേക്ക് എനിക്ക് ഒന്നും കൂടെ ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്. അപ്പൊ നമ്മളൊരു പുതിയ ഗോള് കാണുമ്പോൾ ഇതുപോലെയുള്ള ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ഇൻസൾട്ടും ഒക്കെ നമ്മളും ഫേസ് ചെയ്യേണ്ടി വരും. നമ്മളൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മൾ പറയണം എനിക്കൊരു ബില്യണർ ആവണം, ഇതാണ് എന്റെ ഗോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സമയത്ത് മേ ബി നമ്മൾ ഒന്നുമില്ലാത്ത ചിലപ്പോൾ സീറോയിലാവും നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ 1-2 ആവും നമ്മൾ നിൽക്കുന്നുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരും നമ്മളെ കളിയാക്കും, നമ്മുടെ ഫ്രണ്ട്സിനൊന്നും അത് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ നമ്മളാ കാണുന്ന ഗോൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിലേക്കുള്ളൊരു ഏതാണ് നമ്മുടെ വഴി, ഏതൊക്കെയാണ് നമ്മുടെ മൈൽ സ്റ്റോൺ എന്ന് നമ്മൾ കൃത്യമായിട്ട് കാണണമെങ്കിൽ നമ്മൾക്ക് ഇത് എന്ന് പറഞ്ഞാല് ഗോളിലേക്ക് എത്താന്ന് പറഞ്ഞ പ്രയാസമുള്ള കാര്യമല്ല. നമ്മളെ അവർ കളിയാക്കിയാലും നമ്മൾക്ക് അതിനോട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഈ ജോനാഥനെ പോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്താണ്. പക്ഷെ നമ്മുടെ വഴികൾ ക്ലിയർ അല്ല, നമ്മുടെ മൈൽ സ്റ്റോൺ ക്ലിയർ അല്ല എങ്കിൽ നമ്മൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ ബാക്കിലേക്ക് പോകും. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം നമ്മൾ സെറ്റ് ചെയ്യണതോടൊപ്പം തന്നെ അതിലേക്കുള്ള എങ്ങനെയാണ്, അതിന്റെ റൂട്ട് എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ വിഭവങ്ങൾ നമ്മൾ സമാഹരിക്കണം, എന്തൊക്കെ ഏതൊക്കെ കൂട്ടുകെട്ടുകൾ നമുക്ക് വേണം, എന്തൊക്കെ നമുക്ക് അതിന് വേണ്ട വിഭവങ്ങൾ, അതിന്റെ ഓരോ മൈൽ സ്റ്റോണും ഓരോ 1 ഇയർ എന്തായിരിക്കണം, 3 മന്തിൽ എന്തായിരിക്കണം, 6 മന്തിൽ എന്തായിരിക്കണം, നമ്മൾ അവിടെ അനലൈസ് ചെയ്യണം. നമ്മൾ അതിനെ അവിടെ എത്തിയിട്ടുണ്ടോ, അവിടെ എത്തിയിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്കൊരു 3 മാസം നമ്മൾ ചെയ്ത മൈൽ സ്റ്റോണിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ എത്തിയില്ല എന്നൊന്ന് റിവേഴ്സ് ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് എത്താനുള്ള ഒരു വഴി. 6 മന്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ, അത് നമ്മൾ പ്ലാൻ ചെയ്ത മൈൽ സ്റ്റോണും കവർ ചെയ്തിട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മളും ഒരു എക്സാമിനേഷൻ നമ്മൾ സ്വയം നടത്തി അതിനെ അനലൈസ് ചെയ്തിട്ട് ഒരു
വേണ്ട രീതികളിലേക്ക് അതിനെ മാറ്റിയെടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് അതിനെ പോസിറ്റീവ് ആക്കിയിട്ടാണ് ജോനാഥൻ എടുക്കുന്നത്. അങ്ങനെ ജോനാഥൻ അവിടുന്ന് പോവാണ് ആ നാട്. കാരണം അവിടെ വേറെ ഇതൊന്നുമില്ല, ആളുകളൊന്നുമില്ല. പിന്നെ ജോനാഥനെ മിണ്ടാനോ ജോനാഥനോട് കൂട്ടുകൂടാനോ ആരും ഇല്ലാത്തത് കൊണ്ട് ജോനാഥൻ ആ നാട് വിട്ടു പോവാണ്. അങ്ങനെ പാറി ഫാൽക്കൺ പക്ഷികളെ പോലെ പാറി നടക്കണം എന്നാണ് ഒരു ജനാർദ്ദൻ ആ സമയത്ത് വിചാരിക്കുന്നത്. അവർ ഇത്രയും ദേശാടനം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല? ഇതൊക്കെയായിരുന്നു ജനാർദ്ദന്റെ ഉണ്ടായിരുന്നതും. അതുപോലെ തന്നെ ജനാർദ്ദൻ അതനുസരിച്ച് വീണ്ടും പറക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പറന്ന് പോകുമ്പോൾ ഒരു ദ്വീപിൽ എത്തിപ്പെടുകയാണ് ജനാർദ്ദൻ. ദ്വീപിൽ എത്തിപ്പെടുമ്പോൾ അവിടെ ഒരു ജനാർദ്ദനെ പോലെ തന്നെ വേറൊരു സ്ത്രീകളും കൂടെ ഉണ്ട്. അപ്പൊ അവര് തമ്മിൽ സംസാരിക്കുമ്പോൾ അവന് മനസ്സിലാവും ഈ ആളും തനിക്ക് മുമ്പേ ഇതേപോലെ ഒറ്റപ്പെട്ട് മറ്റുള്ളവരിതായിട്ട് ഒറ്റക്ക് വന്നിട്ടാണ് ഈ ദ്വീപിൽ നിൽക്കുന്നത്. അവർ തമ്മിൽ കൂട്ടാവും. അവരുടെ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യും. രണ്ടുപേരും കൂടെ നിന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് വീണ്ടും ട്രെയിനിങ് ചെയ്യും. ട്രെയിനിങ് അതായത് അവർ സ്വയം ട്രെയിൻ ചെയ്യും. രണ്ടുപേരും പരസ്പരം അവരുടെ വീഴ്ചകൾക്ക് താങ്ങും തണലുമായിക്കൊണ്ട് അവരുടെ തെറ്റുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് കൊടുത്തും പരസ്പരം രണ്ടുപേരും വീണ്ടും പറക്കാൻ തുടങ്ങും. അപ്പൊ ഇതുപോലെ നമ്മളുടെ യാത്രകൾ പോകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന കുറച്ച് നമ്മളൊരു ഒറ്റപ്പെടലും ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പൊ നിങ്ങൾ എത്തിപ്പെട്ട ഈ കമ്മ്യൂണിറ്റിയൊക്കെ അതുപോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അതുപോലെ അപ്പൊ ഇവിടെ പരസ്പരം നിങ്ങളുടെ തെറ്റുകൾ അവരുടെ പാളിച്ചകളെ ഐഡന്റിഫൈ ചെയ്യണം. കറക്റ്റ് ഡയറക്റ്റ് ചെയ്യാനും ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ നിങ്ങൾക്ക് കൂട്ടുണ്ടാവും. അപ്പൊ ഇതേപോലെയാണ് ജനാർദ്ദനം ചെയ്യുന്നത്. അവരുടെ ആ ഒരു വളർച്ച കുറച്ചും കൂടി സ്പീഡാവും. ഒരു സിനർജി വർക്ക്. നമ്മൾ 1+1 2 എന്ന് പറയുന്നതിനപ്പുറം 1+1 ഒരു 5 എന്ന് പറയുന്ന ഒരു സിനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. 2-3 ആളുകൾ കൂടുമ്പോൾ അത് എത്രത്തോളം കമ്മ്യൂണിറ്റി വലുതാണോ അത്രയും അതിന്റെ സിനർജി കൂടും. അപ്പൊ ഇവിടെ ജനാർദ്ദനും ഇവരും ഈ ഫ്രണ്ടും കൂടെ വീണ്ടും ട്രെയിനിങ് ചെയ്യും. അങ്ങനെ ഒരു കാലം കഴിയുമ്പോൾ ജനാർദ്ദന്റെ ഗോളില് സക്സസ് ആയെന്ന് തോന്നുന്ന സമയത്ത് ആ ഗോളെല്ലാം കഴിഞ്ഞിട്ട് ഗോൾ അച്ചീവ് ചെയ്തതിനു ശേഷം ജനാർദ്ദൻ സ്വന്തം നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോ അവിടെ കുറെ കുട്ടികൾ ഉണ്ടാവും. ഇവര് ഇതേപോലെയുള്ള അപ്പൊ ഇവരുടെ മുമ്പിൽ ജനാർദ്ദൻ എന്ന് പറഞ്ഞു ഈ കുട്ടികൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്താണ് ഇവർ ചെയ്യുന്നത് അത് എങ്ങനെയാണ് ജനാർദ്ദൻ ഇങ്ങനെ ഹൈറ്റിൽ പറക്കുന്നത്? ഞങ്ങൾക്ക് അതിന് കഴിയില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ ജനാർദ്ദന്റെ അടുത്തേക്ക് ഒരു കുഞ്ഞു പക്ഷി വന്നിട്ട് ഈ സ്ത്രീകളിൽപ്പെട്ട ഒരു കുഞ്ഞ് വന്നിട്ട് പറയാണ്, എനിക്കും നിങ്ങളെ പോലെ പറക്കാൻ പറ്റും, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിക്കുന്നു. ജനാർദ്ദൻ അത് കേൾക്കുമ്പോൾ സന്തോഷമാവും. ജനാർദ്ദൻ എന്ത് ചെയ്യും? ഇവനെ പരിശീലിപ്പിക്കാൻ തുടങ്ങും. കൂടെ അവന്റെ ഫ്രണ്ട്സും മറ്റുള്ള കുറച്ച് ആളുകളും കൂടെ ഇവന്റെ കൂട്ടത്തിൽ ഇവരൊരു ഗ്യാങ് ആയിട്ട് നിന്നിട്ട് പരസ്പരം ഇവർക്ക് വേണ്ട ഒരു ഗ്യാങ് ആയിട്ട് വരും. ഈ ഗ്യാങ്ങിനെ വീണ്ടും ജനാർദ്ദനാണ് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ലീഡറായി നിന്നുകൊണ്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ജനാർദ്ദൻ തന്റെ എക്സ്പീരിയൻസ്, കാരണം ജനാർദ്ദന് കുറെ വീഴ്ചകൾക്ക് ശേഷമാണ് പറക്കാൻ പറ്റിയതും ചിറകിനെ മടക്കി വെക്കേണ്ട രീതി പഠിക്കുന്നതൊക്കെ അപ്പോഴാണ്. പക്ഷെ ഈ കുട്ടികളെ സംബന്ധിച്ച് അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ എക്സ്പീരിയൻസ് മാത്രം ആവരുത്, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസുകളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അവിടെ ഈ കുട്ടികളെ ജനാർദ്ദൻ പരിശീലിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് ഈ ചെറുത് ഇങ്ങനെ മടക്കി വെക്കണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ട്രെയിനർ, ആസ് എ ട്രെയിനർ. അപ്പൊ അവിടെയാണ് ട്രെയിനേഴ്സിന്റെ പ്രസക്തി ഉള്ളത്. അപ്പൊ ഇവിടെ ജനാർദ്ദൻ ഒരു 10 വർഷം കൊണ്ടാണ് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയതെങ്കിൽ ഈ മുന്നിൽ ഒരാൾ നിന്ന് ജനാർദ്ദനെ പോലെ ഒരാൾ ട്രെയിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു 1 ഇയർ കൊണ്ടും ഈ 10 വർഷത്തിൽ നിന്ന് ഒരു 1 ഇയറിലേക്ക് അവർക്ക് അവരുടെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ജനാർദ്ദന്റെ എക്സ്പീരിയൻസിനെ ഇവിടെ എക്സ്പീരിയൻസ് ആക്കി എടുത്തുകൊണ്ട് അവർക്കത് 1 ഇയറിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അതിന് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ജനാർദ്ദനിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തു? വീണ്ടും ഈ കുട്ടികൾ ഈ നെക്സ്റ്റ് തലമുറയിൽ ഒരു ഇതുപോലെ ഹൈറ്റിൽ പറക്കാനൊക്കെ പറ്റുന്ന ഒരു വിഭാഗത്തെ ട്രെയിൻ ചെയ്ത് ജനാർദ്ദൻ ഉണ്ടാക്കി. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ ഗോളിലേക്ക് എത്തി നമ്മളുടെ യാത്ര വീണ്ടും തുടങ്ങുന്നുണ്ട്. ആ യാത്രയിൽ നമ്മൾക്ക് താഴെയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ആഗ്രഹങ്ങളുള്ള ആളുകളെ നമ്മളോട് കൂട്ടിച്ചേർത്തിട്ട് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തും അതിന് വേണ്ട ഡയറക്ഷൻസും ഗൈഡും അത് നമ്മളുടെ ഒരു
നമ്മളുടെ താഴെ ഒരു കമ്മ്യൂണിറ്റിയും കൂടെ നമ്മൾ കൂടെ കൊണ്ടുവരണം. നമ്മൾക്ക് ശേഷം വരുന്ന ഒരു ജനറേഷനിലേക്കും കൂടെ അത് പകർന്നു കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു ലീഡർ ആവുക. ഒരു ലീഡർ എന്ന് പറയുമ്പം എപ്പോഴും തന്റെ കമ്മ്യൂണിറ്റിക്ക് ഗൈഡ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനൊക്കെ ഉള്ള ആളാണ് ലീഡർ. അതായത് നമ്മൾ ഒരു വഴിയിലൂടെ ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയിൽ ഉണ്ടാവുന്ന കുഴി ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന ആളാണ് ഒരു നല്ല ലീഡർ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ തന്റെ ടീമിനെ മുന്നിൽ നിർത്തി ലീഡർ ഒരിക്കലും ബാക്കിലല്ല നിൽക്കുക, മുന്നിലാണ് നിൽക്കുക. എന്നാൽ ഒരു വിജയം വരുമ്പോൾ അത് ടീമിന്റെ മൊത്തം വിജയമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, ഒരു പരാജയം വരുമ്പോൾ ഒരു നല്ല ലീഡറാണെങ്കിൽ ഒരു പരാജയം ഉണ്ടായാൽ അത് അയാളുടെ മാത്രം ഉത്തരവാദിത്തമാക്കിയിട്ട് അയാൾ എടുക്കുക. ഇവിടെ ജനാർദ്ദൻ ചെയ്യുന്നത് നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തു, ഇവരിന് ഇല്ല ലീഡേഴ്സിനെ ജനാർദ്ദൻ പിക്ക് ചെയ്തു, അവർക്ക് വീണ്ടും അവരുടെ നെക്സ്റ്റ് ജനറേഷന് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഇവരെ പ്രാപ്തരാക്കണം. അങ്ങനെ നല്ലൊരു ലീഡർ ആയിക്കൊണ്ട് ജനാർദ്ദൻ ആ ഒരു ഇതായിട്ട് വീണ്ടും ജനാർദ്ദൻ ഈ കുട്ടികളെ ലീഡേഴ്സ് ആക്കിയിട്ട് നെക്സ്റ്റ് ജനറേഷന് ട്രെയിനിങ് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്ത് ജനാർദ്ദൻ വീണ്ടും അവിടുന്ന് യാത്ര തുടരുകയാണ്. തന്റെ പുതിയൊരു ലക്ഷ്യത്തിലേക്ക്, പുതിയൊരു ഗോളിലേക്കാണ് ജനാർദ്ദൻ വീണ്ടും അവിടുന്ന് പോണത്. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പൊ അവിടെ ഓബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ മൈൻഡിനെ മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഇന്നർ മൈൻഡ് അതിന്റെ എന്ത് ചെയ്യും. ഇപ്പൊ നമ്മൾ ആദ്യം ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു സംഭവം, മഴ നനയുമ്പോ നമ്മൾ നനഞ്ഞു കഴിഞ്ഞ പനി വരുമെന്ന് വിശ്വസിക്കുന്നതും പനി വരില്ല എന്ന് വിശ്വസിക്കുന്നതും. അപ്പൊ പനി വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാള് ഒരു ദിവസം ഇത് പനി വരില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരാള് മഴ നനഞ്ഞു കഴിഞ്ഞിട്ടും വന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ആള് പനി. പക്ഷെ അപ്പോഴും ഇവരുടെ ഇന്നർ മൈൻഡിൽ കിടക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്, മഴ നനഞ്ഞാൽ പനി വരും. അയാൾക്ക് വന്നില്ല എന്തോന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഉത്തരമില്ലാതെ മാറി നിൽക്കും. അതുപോലെ നമ്മളുടെ മുമ്പിൽ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കാണിക്കുമ്പോഴും ഈ ഇന്നർ മൈൻഡ് നമ്മളെ എന്താ അവിടെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് അത് മാത്രമാണ് നടക്കുക. എത്ര നമ്മൾ അതിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഒരു യാത്ര ഇപ്പൊ ഗ്ലാസ് വാക്കിംഗ് ഒക്കെ ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സംഭവമാണ്. ഈ ഗ്ലാസ് വാക്കിങ്ങിൽ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മളിങ്ങനെ പേടിച്ചിട്ട് പോകും, അത് താഴെ വീഴുമെന്നൊക്കെയല്ല. ആ ഒരു പേടിയിൽ പോകണമെങ്കിൽ നമുക്ക് അറിയാം അവിടെ എന്തുണ്ട്, അത് പ്രൊട്ടക്റ്റഡ് ആണ്, സേഫ് ആണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകണം. അതുപോലെ തന്നെ നമ്മളൊരു കയറെടുത്തിട്ട് ഇതേപോലെ കുറച്ച് ഹൈറ്റിലുള്ള നമ്മൾ കെട്ടുകയാണെങ്കിൽ ചില ആളുകൾ അതിലൂടെ ഈസി ആയിട്ട് പോകണം നമുക്ക് കാണും, ചില ആളുകൾ അതിലേക്ക് വേച്ച് പോയിട്ട് വീഴുകയും ചെയ്യും. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മളിലേക്ക്, അതായത് നമ്മളിൽ റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ഇമോഷനാണ്. ഇപ്പൊ എക്സാം എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇവന് എക്സാം എഴുതുമ്പോൾ പലപ്പോഴും പാരന്റ്സ് പറയാറുണ്ട്, ഇപ്പൊ എനിക്ക് കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോൾ പലപ്പോഴും കേൾക്കാറുണ്ട്, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും മാഡം, പക്ഷെ എക്സാമിന് മാർക്ക് കിട്ടുമ്പോൾ അതുണ്ടാവില്ല, അല്ലെങ്കിൽ എക്സാമിന് കറക്റ്റ് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഇതൊക്കെ എക്സാം ഹാളിലെത്തുമ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സാം എന്ന് പറയുന്നത് ഒരു പേടി, ഒരു ഫിയർ അവന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ ഫിയറിൽ എന്താണ്, എക്സാം എന്ന് എഴുതാ എന്ന ഒരു റിയാലിറ്റി അവൻ ഫേസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു അവന്റെ ഇന്നർ മൈൻഡിൽ, അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ, അല്ലെങ്കിൽ അവന്റെ ഉള്ളിലുള്ള ഒരു ഫിയർ ഉണ്ട്. എന്താണ്, എനിക്ക് എക്സാം ഇത്രയൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എക്സാമിന് എഴുതാൻ പറ്റുമോ, എനിക്ക് അപ്പൊ അത് ഓർത്തെടുക്കാൻ പറ്റുമോ, എനിക്കത് ഓർത്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും എഴുതാൻ പറ്റില്ലല്ലോ, ഈ ഒരു ഫീലിംഗ് അവന്റെ മനസ്സിലുണ്ട്. ഫിയർ എന്ന ആ ഒരു ഇമോഷൻ അതാണ് അവിടെ വർക്കൗട്ട് ചെയ്യുക. അവന് ഓഫ്കോഴ്സ് അവൻ എക്സാം ഹാളിൽ എഴുതി കഴിഞ്ഞാൽ എത്ര പഠിച്ചു കഴിഞ്ഞാലും അവന്റെ മൈൻഡ് ബ്ലാങ്ക് ആയിട്ട് പോകും, അതിന് എഴുതാൻ കഴിയില്ല ആ സമയത്ത്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ ഫിയർ, നമ്മുടെ ഇമോഷന്, ഈ ഒരു ഫിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമോഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനാണ് ഏറ്റവും കൂടുതൽ സബ് കോൺഷ്യസ് മൈൻഡ് അബ്സോർവ് ചെയ്തെടുക്കുക, അതിനനുസരിച്ചാണ് നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ ഏത് ഇമോഷനാണോ നമ്മുടെ ഒരു വിസ്ഡം എന്നതിലപ്പുറത്തേക്ക് നമ്മൾ അതിലേക്കുള്ള ബിലീഫ് സിസ്റ്റം എന്നതിലപ്പുറം, ഈ ബിലീഫ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഈ ഇമോഷനാണ്. അപ്പൊ ഇമോഷൻ എന്താണോ അതാണ് റിഫ്ലക്ട് ചെയ്യുക നമ്മൾക്ക്. അതാണ് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗോളില്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു റോസാ ചെടി കുഴിച്ചിടുമ്പോൾ അതിന്റെ ഫ്ലവർ ആണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു മാംഗോ ട്രീ കുഴിച്ചിടുമ്പോൾ അതിലുണ്ടാകുന്ന ആ മാംഗോ ഉണ്ടായി മാംഗോ പഴുത്ത് അതിനെ നമ്മൾ കറക്റ്റ് ഇമാജിൻ ചെയ്തിട്ടാണ് നമ്മൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾക്ക് ആ മാംഗോ കിട്ടും.
അതിനെ നമ്മുടെ 5 സെൻസ് ഓർഗനായിട്ട് നമ്മൾ അത് ഫീൽ ചെയ്യണം. നമ്മൾ ഇമാജിൻ ചെയ്യണം ആ മാംഗോ കുഴിച്ചിടുമ്പോ എങ്ങനത്തെ മാംഗോ ആയിരിക്കും. അത് നമുക്ക് അതിന്റെ ടേസ്റ്റ് നമ്മുടെ വായിൽ നമ്മൾ അറിയണം. നമുക്കത് അതിന്റെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇമാജിനറി നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾക്കത് കിട്ടും. അതല്ല അത് കുഴിച്ചിടുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുക ഇനി ഇതിപ്പോ വേറെ വല്ല പിന്നെ ആടോ പശുവൊക്കെ വന്ന് കടിക്കോ, അല്ലെങ്കിൽ വെയില് വന്ന് ഉണങ്ങി പോവോ, ഞാനിത് നനക്കാൻ മറക്കോ, ഇങ്ങനെയൊക്കെ കുറെ നമ്മൾ ഇതാണ് ആ ഒരു ഫിയർ. ഇതിപ്പോ ഞാൻ കുഴിച്ചിടണോ വേണ്ട, ഇതിന് ഞാൻ നിൽക്കണം, ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫിയർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫിയറിനനുസരിച്ചാണ് അവിടെ പോണ എനർജിയാണ് പിന്നീട് ഉണ്ടാവുന്ന അതിന് കിട്ടുന്ന റിസൾട്ട്. അപ്പൊ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ കോൺഫിഡന്റോട് കൂടിയിട്ട് അതിന് ആ കോൺഫിഡന്റും ആ ബിലീഫ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം നമ്മൾ അതിനെ റെഡിയാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്യാൻ, അതിലേക്കുള്ള നമ്മുടെ യാത്ര തുടരാൻ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, അതിനെ മൈൻഡിനെ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതിന് നമ്മൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുന്ന പുറത്തുനിന്ന് വരുന്ന ഒബ്സ്റ്റക്കിൾസ് എന്തായിരിക്കാം, നമ്മുടെ ലിമിറ്റേഷൻസ് എന്തായിരിക്കാം, അതിനെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത്, എങ്ങനെ അതിനെ സക്സസ് ആക്കിയിട്ട് നമുക്ക് ആ ഗോളിലേക്ക് എത്തിപ്പെടാൻ പറ്റും, ആ ഗോളിലേക്ക് വേണ്ട വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ പറഞ്ഞത്.